ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കാർഡ്ബോർഡുകൾ വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഐഡിയ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാർഡ്ബോർഡൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഞാൻ നേരത്തെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളൊരു മിക്കവരെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എടുത്ത് വെക്കാത്തവരുണ്ടെങ്കിൽ എനിക്ക് കിട്ടുമ്പോൾ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മളിതുപോലെ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലൊരു ഷേപ്പിൻ്റെ ആ ഒരു മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്തിരി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പശ വെച്ചിട്ട് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതേപോലെ ചെറിയ ഗ്യാപ്പിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അതാണ് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. കൂട്ടി ഒട്ടിച്ചാൽ അങ്ങനെയും ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. എന്നിട്ട് ഇതിനൊരു പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രേ കളറോ അല്ലെങ്കിൽ ഒരു ആഷ് കളറോ ഒക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. എന്നാലും ഞാനിപ്പോൾ ബ്ലാക്കാണ് അടിച്ചു കൊടുത്തത് കേട്ടോ. എൻ്റെ കളറില്ലാത്തതുകൊണ്ടാണ് അത് അടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു ബേർഡ് 2 വെട്ടിയെടുത്തിട്ടുണ്ട്. ആ 2 ബേഡ്സിനും നമ്മൾ ഇതേപോലെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് 2 കളർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അടിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്തേ ഉള്ളൂ. ഒരു കളറിനേക്കാൾ നല്ലത് 2 കളറാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ ബ്ലാക്ക് ആയിട്ട് തന്നെ നിർത്തുകയും ചെയ്യാം കേട്ടോ. പിന്നെ ആ ഒരു ചുണ്ടിന് വേറൊരു റെഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ 2 കിളിയും ഒരേപോലെയാണ് ചെയ്തിട്ടുള്ളത്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കിളികളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ചുരുട്ടി ഇരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇലയുടെയും തണ്ടിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്താൽ മതി. ജസ്റ്റ് ഇതുപോലെ പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ കളറിലെ പെയിൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഡാർക്ക് ഗ്രീനാണ് ഇത്രയും നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം ഡാർക്കാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കിത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ വെക്കാം. എന്നിട്ട് അതേപോലെ ആ കിളീനെ മുകളിലേക്ക് വെച്ചു. മറ്റേ കിളീനെ ഇപ്പോഴത്തെ ഒരു സ്ഥലത്തും മുകളിലേക്കായിട്ട് വെക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇത്തിരി പശ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും. പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡ് പേപ്പറിൻ്റെ ആ ഒരു സൈഡാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. അധികം കട്ടിയിലൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ ഈ ഒരു കിളിയുടെ പേപ്പർ എന്ന് പറയുന്നത് അധികം കട്ടിയില്ലാത്തൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. മറ്റേത് അത്യാവശ്യം കട്ടിയുള്ളതാണ്. അപ്പോൾ ഞാനിത് മേലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ശരിക്കും കിളിക്ക് കൊടുക്കുന്ന ആ ഒരു നിറമായിരിക്കും കൂടുതൽ ഭംഗിയായിട്ട് ഈ ഒരു വാൾ ഡെക്കറിന് റെഡിയായിട്ട് വരാം. വാൾ ഡെക്കറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ബോർഡിൻ്റെ ബോളിലൊക്കെ വെക്കാനായിട്ടുള്ള അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പറുകൾ ഇതുപോലെ ഇലയായിട്ട് വെക്കണം. അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ കട്ട് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും ചെയ്യുക. ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇലകളായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിലൊക്കെ വേണമെങ്കിൽ ഇത്തിരി ലൈറ്റ് കളർ കൊടുത്താലും മതി. ഞാനിപ്പോൾ സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 സൈഡ് ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചുമരുമൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ചെറിയൊരു പീസ് മതി, കാരണം അധികം കട്ടിയില്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ തന്നെ 4ആയിട്ട് ഭാഗിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് വെക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുമര് മുട്ടാനായിട്ട് കൂടുതൽ നല്ലതായിരിക്കും. 2 സൈഡ് ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പശ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മുകളിലായിട്ട് വെക്കുക. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ അനുസരിച്ചായിരിക്കും ആ ഒരു ഭംഗി വരിക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഐഡിയ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതേപോലെ 2 സൈഡ് ടേപ്പ് വെക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അല്ലെങ്കിൽ എല്ലായിടത്തും ആണി അടിച്ച് വെക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ ഇതേപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ് ടേപ്പ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഏതെങ്കിലും ഒരു ഭിത്തിമൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേപോലെ ജസ്റ്റ് ഒരു ഭിത്തിമ വെച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ ഇല്ലേ, സ്വിച്ചിൻ്റെ ആ ഒരു കേസിൻ്റെയൊക്കെ മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്, നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് കാണാം. താങ്ക് യു.